ഹേ ഗൈസ്, ജ്യൂസർ പരസ്യത്തിന് വെച്ചാണോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഈ സാധനം ഒന്ന് നിങ്ങൾ സൂക്ഷ്മതയോടും കൂടി നോക്കൂ. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നു? അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഇതെൻ്റെ അടുത്ത് അമ്മ ചോദിച്ച് ഓറഞ്ച് ആണോ മുസമ്പി ആണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ, മാങ്ങയാണ്. മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ, ബപ്പക്കായി, ഗോമാങ്ങ, ചേരി മാങ്ങ, ഇങ്ങനെ കുറേ മാങ്ങകളെ കുറിച്ച് നമുക്കറിയാം കേട്ടോ. പക്ഷേ ഇതിൽ ഏത് മാങ്ങയാണ് ഇത് എന്നുള്ളത് എനിക്കറിയില്ല. പപ്പക്കായാൻ തോന്നുന്നു, അതിൻ്റെ ഒരു ടെക്സ്ചറും മണവും രുചിയൊക്കെ നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാര തട്ടി കൊടുക്കുക. അപ്പോൾ പഞ്ചസാര എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയും ഈ മാങ്ങയും മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി ഗിഫ്റ്റ് വാങ്ങുന്നതിൽ ഉൾപ്പെട്ട ഒരു സാധനമായിരുന്നു നമ്മളെ ഈ ബ്ലെൻഡർ കേട്ടോ. അപ്പോൾ ഇംപെക്സിൻ്റെ അടിപൊളി ബ്ലെൻഡറാണ്. പിന്നെ ഞാൻ ഏതാണ്ട് നല്ല വലുപ്പത്തിൽ തന്നെയാണ് മാങ്ങ ഇതിൽ മുറിച്ചിട്ടുണ്ടായത്. പിന്നെ അതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊലിയോടുകൂടിയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ തൊലിയൊക്കെ നന്നായിട്ട് ബ്ലെൻഡായിട്ട് അടിഞ്ഞ് നല്ല എന്താ പറയുക ജ്യൂസി പരിവായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും സാധനം സൂപ്പറാണ്. അപ്പോൾ നിങ്ങളൊക്കെ എന്താ പറയണ്ടേ, ഇങ്ങനെയുള്ള സ്മൂത്തീസ് കാര്യങ്ങളൊക്കെ അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയൊരു നല്ല സാധനമാണ് ഈസി മിക്സ്, നല്ല അടിപൊളി ബ്ലെൻഡർ. അപ്പോൾ ഈ ബ്ലെൻഡർ യൂസാക്കിയിട്ട് ഞാൻ അടിച്ചെടുത്തിട്ട് ആദ്യം തന്നെ കുറച്ച് ഞാനൊരു നല്ല ടൈറ്റുള്ളൊരു അടപ്പിൽ അടച്ച് വെച്ചിട്ടുണ്ട്. കാരണം ആവശ്യാനുസരണം നമുക്ക് വെള്ളം കൂട്ടിയിട്ട് ഐസ് കട്ടിട്ടിട്ട് ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം വേണ്ടുന്നത് മാത്രം ആക്കിയിട്ട് കുടിക്കുന്നത്. അപ്പോൾ ഞാൻ ടൗണിൽ പോയി വന്നിട്ട് ചൂടോടുകൂടി കയറി വന്നപ്പോൾ തണുത്ത് എന്തെങ്കിലും പോകണമെന്ന് വെച്ചിട്ട് ആക്കിയിട്ട് കുടിച്ചാണ്. സംഭവം സൂപ്പറാണ്.